നമ്മുടെ അമ്മച്ചിക്കും സിമിക്കും പണി കൊടുത്ത് രണ്ടുപേര് ഗൾഫിൽ നിന്ന് വന്നില്ലായിരുന്നോ? അന്നേരം അവർക്ക് സൂപ്പർ ഒരു പണിയെടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന്. അതായത് അവരുടെ ഏക മകൻ, ഒരു മോളുണ്ട്, അത് വേറെ കാര്യം, മകൻ അക്കു. അതായത് അവൻ കാനഡയിൽ നിന്ന് വരുന്നുണ്ട്. ആരടുത്തും പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവളെ എയർപോർട്ടിൽ മാറ്റിയിട്ട് അങ്ങോട്ട് അവകാശത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനും വൈഫും കൂടെ വരുന്നുണ്ട്, അവരെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ടാണ് വന്നേക്കുന്നത്. ഇവിടെ വരുമ്പോഴേ അയാളുടെ എക്സ്പ്രഷൻ അറിയാൻ പറ്റൂ. ബാക്കിയുള്ളത് നമ്മൾ വീഡിയോയിൽ കാണാം. അന്നേരം ചേച്ചിയും അളിയനും എങ്ങനായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയാം. അവൻ കാനഡയിൽ പോയിട്ട് ആദ്യമായിട്ട് വരുമോ കേട്ടോ. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മള് കരിയപ്പുറ എത്തിയിരിക്കുകയാണ്. കനേടൻകുട്ടി ആദ്യം ചാത്തന് വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഗുണ്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ള സെമിക്ക് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. എന്നെ പറഞ്ഞ് പറ്റിച്ചോണ്ടാ കൊണ്ടുവന്നു. അനീഷ് ബേബി വരുന്നില്ല, ഈ കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരനെ കൊണ്ടുവരാൻ പോവാ. അവരെണ്ണിച്ചോ ഇല്ലയോന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ, അത് വേറെ കാര്യം. ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം ആരായിട്ട് കയറ്റി ഓർക്കുന്നത്. അപ്പയും അമ്മയും കാണുന്നതിന്റെ ഒരു സന്തോഷത്തിലല്ലേ, അവര് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ഇതല്ലേ. അങ്ങനെ വീടിന്റെ അമ്മച്ചി, അതിലുപരി അമ്മച്ചി വീടിന്റെ പുറവശമായി ചൊവ്വള്ളൂർ ഓർത്തഡോക്സ് പള്ളി ഇതാണ്ട് കണ്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീട് കേട്ടോ. അങ്ങനെ നമ്മള് ഏതാനും നിമിഷങ്ങൾക്കകം വീട്ടിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ചിയെ പറ്റിച്ചു, ആന്റിയെ പറ്റിച്ചു, എല്ലാരെയും പറ്റിച്ചു, എന്നെ മാത്രമല്ല പറ്റിക്കാൻ. അന്നേരം തിരിച്ചൊരു സൂപ്പർ പണിയാണ് ഇപ്പം വരുന്നത്. അതിന് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. അവിടുത്തെ ലൈറ്റ് ഒന്നും അണച്ചിട്ടില്ല. ഒന്നു പോലെ ഇങ്ങനൊന്നും വണ്ടി വിട്ട് വരാടാ. ഗേറ്റൊന്നും തുറന്നിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്, പെങ്ങളുടെ വീട്. അങ്ങനെ വീട്ടുപോലൊക്കെ നിൽക്കുകയാണ്. ഗേറ്റ് അടച്ചിട്ട് മതില് ചാടാൻ എന്തെങ്കിലും വഴിയുണ്ടെന്നുണ്ടെങ്കിൽ മതില് വേണം. അതാ സർപ്രൈസ് കൊടുത്താ ഇങ്ങനെ ഫോണടിക്കട്ടോ, ഫോണടിക്കട്ടോ, അവൻ കുഞ്ഞിരുന്നോളൂ. ഫോണടിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് ഇറങ്ങി വരും. അതൊന്നുമില്ല, അതങ്ങനെ ഇറങ്ങിയത്. എന്നാ പിന്നെ നീ മതിലയാട്. ഞാൻ മമ്മിയെ വിളിക്കും. ഞാനല്ല അവിടെ മതിൽ ഇടാൻ പറ്റുമോ നോക്കട്ടെ. എവിടെ? നിനക്ക് ചാടാകത്തില്ല, നീ മതിലയാടി. അത് പൊളി, പരിപാടി പൊളി. എടാ ഇയാളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടേ മമ്മിയെ ഫോണിൽ വിളി, മമ്മിയെ ഫോണിൽ വിളിച്ചിട്ട് പറ, കഥ ഗേറ്റ് തുറക്കാൻ പറ. അങ്ങനെ ആളിയെ ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. സിമ്മിന്റെ അവിടെ കാത്ത് നിൽക്കുവോ. എടാ നീ കുനിഞ്ഞോണം കേട്ടോ, നീ കുനിഞ്ഞോണോ. താക്കോലൊക്കെ എടുത്തുന്നത് തുറക്കണമായിരിക്കും. ആ അളി ഇറങ്ങിയടാ, നീ കുനിഞ്ഞിരുന്നോ. പപ്പ തിരിച്ച് കേറി മേശിരി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം പപ്പ തിരിച്ച് കയറി പോത്തില്ല. ആളി ഇറങ്ങി വരുന്നുണ്ട്. ഗേറ്റ് തുറക്കുകയാണ്. പുളിയോ പുളിയത്തില്ലയോന്ന് ആർക്കറിയാം. ഗേറ്റ് തുറന്നോ. ഉറക്കച്ചൂത്തിലൊക്കെ ഇടിച്ച് ഉറക്കച്ചൂത്തല എണ്ണിച്ചില്ല. എണീറ്റ് 6 മണി ആയോന്ന് രാവിലെ എണീറ്റിട്ട്. 8 മണി ആയില്ലേ? 6 മണി. എന്തോ രാവിലെ
മമ്മി മമ്മി ഇങ്ങനെ ഒരു വാങ്ങ് പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് കുഴപ്പം? എണീറ്റുള്ളൂ. എന്നെ ചീത്ത വിളിക്കാൻ കേട്ടോ. കഥവളത്തെ മോനെ അതിനുവേണ്ടി ധാരാളം കൊടുത്താ കൊല്ലത്ത് എന്റെ ദൈവമേ. മതി, നീ ഇതാന്നാ പറഞ്ഞത്? നിനക്ക് ഒരു സാധനം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആണോ? ഇങ്ങനെയാണോ മനുഷ്യനെ പറ്റിക്കുന്നേ? സാധനം ഏതാ മോളെ? ഇതൊന്നുകൂടി സാധനം. മമ്മി എങ്ങും പോയല്ലോ. മമ്മി വരുമ്പോ സാധനം മേടിക്കാൻ അവിടെ കാണണം. നിനക്കൊരു വാക്കൊന്ന് പറഞ്ഞോണ്ടായിരുന്നോ അച്ചു? എത്ര ഭംഗിയായിട്ട് സാധിക്കുന്നത്. അപ്പന്റെ മുഖത്ത് ഹാപ്പി. രാവിലെ എണ്ണിക്ക് മുണ്ട് നേരെ എടുക്കണം. അപ്പം മുണ്ടൊക്കെ വലിച്ചു വാരി കൊടുത്തോണ്ടാവത്തെ. സിനി എങ്ങനെയുണ്ടായിരുന്നു എയർപോർട്ടിലുള്ള അവസ്ഥ? അടിപൊളിയായിരുന്നു. എന്നെ കൂട്ടുകാരനെ വിളിക്കാൻ പോകുന്ന പറഞ്ഞ എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ പറയാ ദോ വരുന്നെന്ന് പറഞ്ഞ ഫ്രണ്ടിലാൻ കയറി. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ. എനിക്ക് വരെ ഏബലിനെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞ. എന്നാ പറഞ്ഞ നീ തന്നെ വന്നാ മതിയെന്ന്. ലിജിമേശ്വരി ഇപ്പൊ ഏഴിലേക്ക് വരും. ഏബലിൽ ലിജിമേശ്വരി ഏഴരയാകുമ്പത്തേക്ക് പള്ളി പോണ്ടെന്ന് പറഞ്ഞു. കൊച്ചിന് വെള്ളം കൊടുത്ത് എനിക്ക് ഇതുവരെ കൊച്ചാന്ന് പോലും എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞ കാര്യ. എത്ര നേരം കൊണ്ട് പറയാന്നറിയാ. നീ പോവാ, മൊത്തത്തിൽ കുളവാക്കാൻ പോവാ. വീട്ടിലാരും ഇല്ലായിരുന്നോ? രാവിലെ എണ്ണിട്ടോടെ ഒരിക്കലും എഴുന്നേക്കാട്ട് നിന്റെ അമ്മ എഴുന്നേറ്റ് നിന്റെ വീഡിയോ എടുത്താൽ നല്ല ഭംഗി കാണാം. താമസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഉറക്കം വേണ്ടിട്ടപ്പം ബെല്ലടിക്കുന്നു. പിന്നല്ലാതെ കറക്റ്റ് സമയത്ത് കൊണ്ട് എത്തിച്ചില്ലയോ? അത് ആ ഓ എല്ലാം ഓക്കെ ആയി നിവൃത്തിയായി. അല്ല, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ അല്ല അമ്മ എടുത്ത കളി കൊടുത്ത കൊല്ലത്തും കിട്ടും.